രണ്ടാഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണ്. ഖുർആനോത്തിൽ അത്ര മികവില്ലാത്തൊരു കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഈ ഒരാഴ്ച നന്നായി എഫേർട്ട് എടുത്ത് ഖുർആനോത്തിൽ ഉഷാറായാൽ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോയി ബ്രോസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടി നന്നായി പരിശീലിച്ചു. കൃത്യമായി എല്ലാ ദിവസവും വാട്സപ്പ് വോയിസുകൾ ഇങ്ങനെ അയക്കാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് ആ ഓത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ഇത് ശരിക്കും ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ചില ചർച്ചകൾ വിദ്യാർത്ഥികൾ അടിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയം മഹാനായ ഓക്കെ ഉസ്താദിനെ കുറിച്ച് നമ്മുടെ ഉസ്താദുമാർ പങ്കുവച്ചത് വളരെ സൗമ്യമായ രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു ഓക്കെ ഉസ്താദ് കേട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ അങ്ങനെയും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെബീദുൽ യാഫി എന്ന മഹാന് തൻ്റെ മക്കളോട് കൃത്യമായി 5 നേരം നിസ്കരിച്ചാൽ 10 പഴം നൽകുമെന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിമുൻ അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിച്ചാൽ 1 ദിർഹം തരാമെന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് ചരിത്രത്തിൽ കാണാം. കുറേയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അടി എന്നത് ഒരു അവസാന ഓപ്ഷനായി നമ്മൾ കാണുകയും അതോടൊപ്പം അടിക്കുമെന്ന പേടി മക്കൾക്കൊക്കെ ഉണ്ടാകുകയും വേണം. ഈ രൂപത്തിൽ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ കുറച്ചും കൂടെയൊക്കെ നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും എന്നതാണ് നമ്മുടെയൊക്കെ ചില അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാലും ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മൾ ഓതേണ്ടതാണല്ലോ യാസീനിൽ ഒരു തെറ്റ് വരുമ്പോൾ ആ തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാന്യമായ രൂപത്തിൽ ഒരു അടിയടിച്ചാൽ അങ്ങനെ അടിച്ചിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ റിസൾട്ടും എഫക്റ്റും വേറൊന്നാണ്. ആ രൂപത്തിൽ മാന്യമായി അടിക്കുന്നു എന്നതും മാന്യമായാണ് അടിച്ചു എന്നതും പാരൻസും ഉസ്താദുമാരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാൽ ഇത്തരം കുറേ വിവാദങ്ങൾ ഒഴിവായി കിട്ടും എന്നാണ് മനസ്സിലാകുന്നത്.